ഹലോ കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ബൈബിൾ ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ ടോമച്ചൻ വന്നിരിക്കുന്നത്. വരൂ, നമുക്ക് ബൈബിൾ ന്യൂസ് റൂമിലേക്ക് പോകാം. ചിൽഡ്രൻ ബൈബിൾ ന്യൂസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത: ധൂർത്തപുത്രൻ തിരിച്ചു വന്നു. വാർത്തകൾ വിശദമായി. ധനവാനായ പിതാവിന്റെ സ്വത്തുവകയിൽ നിന്ന് തന്റെ പങ്ക് ചോദിച്ചു വാങ്ങിയ യുവാവ് തന്റെ നാടും വീടും വിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്രയായി. അവിടെ ആരും നിയന്ത്രിക്കാൻ ഇല്ല എന്ന തെറ്റിദ്ധാരണയിൽ ദുഷ്ടന്മാരുടെയും കള്ളന്മാരുടെയും വാക്കുകൾ വിശ്വസിച്ച് മ്ലേച്ഛമായ പ്രവൃത്തികൾക്കും ദുഷ്ട പ്രവൃത്തികൾക്കും തനിക്ക് ലഭിച്ച സ്വത്ത് വകകൾ നാനാവിധമാക്കി കളഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് ആ ദേശത്ത് കഠിന ക്ഷാമവും വരൾച്ചയും ഉണ്ടായത്. തനിക്ക് ലഭിച്ച സ്വത്തുവകകൾ നാനാവിധമാക്കി കളഞ്ഞതിനാലും തന്റെ കൈവശം പണമില്ലാത്തതിനാലും തന്റെ ചുറ്റും നിന്നവർ തന്നെ വിട്ടുപോയി എന്ന് യുവാവ് തിരിച്ചറിഞ്ഞുവെന്നാണ് ചിൽഡ്രൻ ബൈബിൾ ന്യൂസ് റിപ്പോർട്ടർക്ക് ലഭിച്ച വിവരം. ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ യുവാവ് അടുത്തുള്ള പന്നി മേയ്ക്കുന്ന സ്ഥലത്ത് ജോലിക്കായി പോയി. അവിടെ ജോലി ഉണ്ടായിരുന്നു എങ്കിലും ശരിയായ രീതിയിൽ ഭക്ഷണം ലഭിക്കുവാൻ തക്കവണ്ണമുള്ള കൂലി ലഭിച്ചിരുന്നില്ല. ഒടുവിൽ സഹികെട്ട യുവാവ് പന്നികൾക്കായി കരുതി വെച്ച ഭക്ഷണം പോലും തിന്നുവാൻ ഭാവിച്ചു. എങ്കിലും അവന് അതും ലഭിച്ചില്ല. അപ്പോഴാണ് യുവാവ് തന്റെ തെറ്റിനെ കുറിച്ച് അവബോധനായതെന്നും തന്റെ പിതാവിന്റെ ഭവനത്തിൽ ജോലിക്കാർ മുഴുവനും സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നു, താനോ ഇവിടെ പട്ടിണി മൂലം നരകിക്കുന്നു എന്ന് ചിൽഡ്രൻ ബൈബിൾ ന്യൂസ് റിപ്പോർട്ടറോട് പറഞ്ഞത്. തന്റെ പിതാവ് മറ്റുള്ളവരെ എത്ര സ്നേഹത്തോടെയാണ് കരുതുന്നത് എന്ന് തിരിച്ചറിഞ്ഞ യുവാവ് ഒരൽപ്പം ഭയത്തോടെയാണെങ്കിലും തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുകയാണെന്ന് റിപ്പോർട്ടറോട് കൂട്ടിച്ചേർത്തു. ദൂരത്തു നിന്ന് വരുന്ന മകനെ കണ്ട പിതാവ് തന്റെ മകന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ തന്റെ തെറ്റിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പിതാവിനോട് ക്ഷമ യാചിച്ച് കരഞ്ഞത് കരടലയിപ്പിക്കുന്ന രംഗമായിരുന്നു. തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്ന തന്റെ മകനെ ചേർത്ത് പിടിച്ച് മതിവരവോളം ഭക്ഷണവും പുതിയ മേൽത്തരം വസ്ത്രങ്ങളും ചെരുപ്പും മോതിരവും അണിയിച്ച് അവനെ ഭവനത്തിലേക്ക് ആനയിച്ചു. ആ സമയം വയലിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഭവനത്തിലെ രണ്ടാമത്തെ മകൻ തന്റെ ഭവനത്തിൽ നടക്കുന്ന ശബ്ദവും ബഹളവും കേട്ട് ജോലിക്കാരിൽ ഒരുവനോട് കാര്യം തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് തന്റെ അനിയൻ തിരിച്ചു വന്നിരിക്കുന്നുവെന്ന്. തന്റെ പിതാവിന്റെ സ്വത്തുവകകൾ നാനാവിധമാക്കി കളഞ്ഞ അനിയനോട് നീരസം തോന്നിയ സഹോദരൻ ഭവനത്തിൽ കയറാൻ കൂട്ടാക്കിയതില്ല. വിവരമറിഞ്ഞു വന്ന പിതാവ് തന്റെ മകനോട് നടന്ന കാര്യങ്ങളെ കുറിച്ചും അവന്റെ തിരിച്ചുവരവിനെ കുറിച്ചും പറഞ്ഞു. അനുതപിച്ച് തിരിച്ചു വരുന്നവർക്ക് ദൈവം മാപ്പ് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് രണ്ടാമത്തെ മകനെ പറഞ്ഞ് മനസ്സിലാക്കി അനുനയിപ്പിച്ച് ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സന്തോഷത്തിൽ പങ്കുകാരായി. തെറ്റുകൾ സംഭവിക്കുക ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന സംഗതിയാണ്. എന്നാൽ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും പൂർണ്ണമായി വിട്ട് നന്മയുടെ പാതയിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അനുതാപത്തിന്റെ വാതിൽ തുറന്ന് രക്ഷ നൽകുമെന്ന് ഈശോ മിശിഹ അഭിപ്രായപ്പെട്ടു. കൂട്ടുകാരെ, ഇന്നത്തെ വാർത്ത നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്യാതിരിക്കുക ദൈവികമാണ്. എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞാൽ ക്ഷമ പറഞ്ഞ് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അനുതാപത്തിന്റെ വാതിലിലൂടെ തിരിച്ചു വരുവാൻ മിശിഹ നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ്. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ സൈനിങ് ഓഫ്.